നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കീഴടങ്ങിയതിനു ശേഷം അഫാൻ പോലീസിന് നൽകിയ ഒരു മൊഴിയുണ്ടായിരുന്നു. ഞാനില്ലാത്ത ലോകത്ത് ഇവർക്കാർക്കും ജീവനോടെ ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എല്ലാവരെയും കൊലപ്പെടുത്തി ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അഫാൻ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു. ആരോടുമുള്ള സ്നേഹമല്ല, പകയിലാണ് 5 കൊലപാതകങ്ങൾ അഫാൻ ചെയ്തു കൂട്ടിയത്. ഏറ്റവും കൂടുതൽ പകയുണ്ടായിരുന്നത് സ്വന്തം പിതാവിനോട്, റഹീമിനോട്. കൊടിയ പാതകമാണ് ആ മനുഷ്യനോട് അഫാൻ കാണിച്ചത്. തന്റെ ആഡംബര ജീവിതത്തിന് വിലങ്ങ് തടിയായി നിന്നവരെയൊക്കെയാണ് അഫാൻ കൊന്നെറിഞ്ഞത്. അഫാൻ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന ഒരു മൊഴിയുണ്ട്. അതായത് എല്ലാവരെയും കൊലപ്പെടുത്തിയതിന് ശേഷം ആ വീട് നശിപ്പിക്കുന്നതിന് വേണ്ടി, പൂർണ്ണമായും കത്തിച്ചാമ്പലായി പോകാൻ വേണ്ടി അഫാൻ ചെയ്ത ഒരു കാര്യമുണ്ട്. ഗ്യാസ് തുറന്നു വിട്ടിട്ടാണ് വെഞ്ഞാറമൂട് പോലീസിൽ പോയി കീഴടങ്ങുന്നത്. എന്തോ ഒരു ദൈവാധീനത്തിന് പോലീസ് അപ്പോൾ തന്നെ എത്തി ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ചെയ്യാൻ അഫാൻ ഉണ്ടായ പക എന്താണ് എന്നല്ലേ? അതായത് ആ വീട് റഹീമിന് കിട്ടരുത്, എനിക്ക് കിട്ടാത്തത് റഹീമിന് കിട്ടണ്ട എന്നുള്ള കൊടിയ പക. അതിൻ്റെ പേരിലാണ് ആ വീട് പോലും കത്തിച്ച് ചാമ്പലാക്കാൻ അഫാൻ തുനിഞ്ഞത്. ആ പാവം മനുഷ്യൻ തൻ്റെ ഉള്ള സമ്പാദ്യം കൊണ്ട് കെട്ടിപ്പൊക്കിയ വീടായിരുന്നു അത്. അതുപോലും തകർത്തെറിയണമെന്ന പകയാണ് അഫാനിൽ ഉണ്ടായിരുന്നത്. അയാൾ ഇനി ചത്തോളും എന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കാരണം പ്രതീക്ഷിക്കാൻ ഇനി ഒന്നും റഹീമിന് ബാക്കിയില്ലല്ലോ. ഇളയ മകനെയും കൊന്നു, ഭാര്യ മൃതപ്രായയാക്കി അവരെ ആശുപത്രി കിടക്കയിൽ കൊണ്ടെത്തിച്ചില്ലേ അഫാൻ. അവർ ഇനി അവിടുന്ന് റിക്കവറായി വരണമെങ്കിൽ ഒരുപാട് കാലത്തെ പരിശ്രമം വേണ്ടിവരും. ആ സമയം മുഴുവൻ നീറി റഹീം ഇല്ലാതാകും എന്ന കണക്കുകൂട്ടലാണ് അഫാൻ ഉണ്ടായിരുന്നത്. റഹീം നാട്ടിലുണ്ടായിരുന്നുവെങ്കിൽ റഹീമിനെയും കൊലപ്പെടുത്തുമായിരുന്നു അഫാൻ. റഹീമിനോടുള്ള പകയ്ക്ക് കാരണം അഫാന് പൈസ അയച്ചു കൊടുത്തിരുന്നില്ല. അതായത് അഫാന്റെ ആഡംബര ജീവിതങ്ങൾക്ക് വേണ്ടി വലിയ തുകയാണ് വേണ്ടി വന്നിരുന്നത്. ആ പണം വാപ്പ നാട്ടിലേക്ക് അയച്ച് തന്നില്ല എന്ന്. ഒരു 23-കാരനാണ്. ഇപ്പോഴും അച്ഛൻ്റെ ചെലവിൽ കഴിയുന്നു. ഒരു പണിക്കും പോകാറില്ല, സ്വന്തമായി അധ്വാനിക്കാറില്ല. എന്നിട്ടും വീട്ടുകാരുടെ ചെലവിൽ കഴിയുന്നത് മാത്രമല്ല, അവരോട് പകയും അവരെ കൊലപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങുകയും ചെയ്തു. കൊലപാതകങ്ങൾ നടന്ന ദിവസം കടക്കാർ ആരെങ്കിലും വീട്ടിൽ പണം ചോദിച്ചു വന്നാൽ അവരെയും അപായപ്പെടുത്താൻ അഫാൻ മുളകുപൊടി വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. 5 കൊലപാതകങ്ങളും നടത്തിയ ശേഷം ഗ്യാസ് തുറന്നുവിട്ട് വീട് കത്തിക്കാൻ ശ്രമിച്ചത് ആ വീട്ടിൽ പിതാവ് റഹീം ഉൾപ്പെടെ ആരും ഭാവിയിൽ താമസിക്കേണ്ട എന്ന പദ്ധതിയിലായിരുന്നു. ഗ്യാസ് തുറന്നു വിട്ടതിന് ശേഷം തനിയെ വീട് കത്തുമെന്ന് കരുതിയാണ് വീട് പൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. പല വീടുകളിലായി തലക്കടിച്ച് കൊലപ്പെടുത്തിയവരുടെ വിവരം പോലീസിനെ അറിയിക്കണം. അതിനുശേഷം എലിവിഷം കഴിച്ചതുകൊണ്ട് മരിക്കുമെന്നും അഫാൻ കരുതി. ആത്മഹത്യ ചെയ്യണമെന്ന ഉദ്ദേശത്തിലാണ് എലിവിഷം 20 രൂപയ്ക്ക് വാങ്ങിയതായി അഫാൻ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. ഇത് കഴിച്ച ശേഷമാണ് സ്റ്റേഷനിലെത്തിയതെന്നും അഫാൻ പറഞ്ഞു. എലിവിഷം കഴിച്ചത് രക്തപരിശോധനയിലും വ്യക്തമായിരുന്നു. ആദ്യഘട്ട തെളിവെടുപ്പിൽ അഫാൻ എല്ലാ അർത്ഥത്തിലും സഹകരിച്ചിരുന്നു. അതായത് അപ്പോൾ അഫാൻ പറഞ്ഞിരുന്നത് എല്ലാവരോടുമുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്നായിരുന്നു. എന്നാൽ പിന്നീടുള്ള അന്വേഷണങ്ങളിൽ തെളിവെടുപ്പിലും മൊഴി എടുക്കാൻ ചെന്നപ്പോഴുമൊക്കെ സഹകരിക്കാത്ത ഒരു അഫാനെയാണ് കണ്ടത്. എന്നാൽ പോലീസ് ഇപ്പോൾ അഫാനിൽ നിന്ന് തന്നെ എല്ലാം ചൂഴ്ന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതോടെയാണ് കൊടിയ പകയുടെ പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കൊലപാതകങ്ങൾക്ക് വേണ്ടി ചുറ്റിക വാങ്ങിയ വെഞ്ഞാറമൂട്ടിലെ ഹാർഡ്വെയർ കട, പിതൃമാതാവിന്റെ മാല പണയം വെച്ച ധനകാര്യ പണമിടപാട് സ്ഥാപനം, ചുറ്റിക ഒളിപ്പിക്കാൻ ബാഗ് വാങ്ങിയ ചെരുപ്പ് കട, പണയം വെച്ച പണം നിക്ഷേപിച്ച ATM കൗണ്ടർ എന്നിവിടങ്ങളിലെല്ലാം എത്തിച്ച് പാങ്ങോട് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കട ഉടമകളും പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരും പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. എത്തിച്ച എല്ലാ സ്ഥലങ്ങളിലും ആൾക്കൂട്ടമുണ്ടായിരുന്നതിനാൽ വൻ പോലീസ് സുരക്ഷയിലാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. എല്ലാവരോടും കൊടിയ പക വർഷങ്ങളായി ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അഫാൻ. മാതാവിനോട് ഉള്ള പക പണം ചോദിക്കുമ്പോൾ കൊടുത്തിരുന്നില്ല. പിതാവ് റഹീമിനോടുള്ളത് താൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ നാട്ടിലേക്ക് പണം അയച്ചു കൊടുത്തില്ല എന്നുള്ളതാണ്. ഇളയ സഹോദരൻ അഫ്സാനോടുണ്ടായിരുന്ന പക എല്ലാവർക്കും അഫ്സാനെയാണിഷ്ടം, തന്നെ ഇഷ്ടമല്ല എന്നുള്ളതായിരുന്നു. ലത്തീഫിനോടും സാജിദയോടും ഉമ്മുമ്മയോടും ഉണ്ടായിരുന്നത് തന്നെ ഉപദേശിക്കുകയും കടമുണ്ടായിട്ട് അറിഞ്ഞിട്ട് പണം കൊടുത്ത് സഹായിക്കാത്തതിൻ്റെയും പകയാണ്.
എല്ലാം കൃത്യമായി തന്നെ കണക്ക് കൂട്ടിയാണ് അഫാൻ എല്ലാവരെയും കൊലപ്പെടുത്തിയത്. അപ്പോൾ കൃത്യമായ ഒരു പ്ലാനിംഗ് ഒന്നെങ്കിൽ ആഴ്ചകളോളം അഫാൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാസങ്ങളോളം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ചുറ്റിക അത് വാങ്ങുമ്പോൾ ആർക്കും സംശയം തോന്നരുത്, എന്നാൽ അതുകൊണ്ട് തലയ്ക്കടിക്കുമ്പോൾ ഇരകൾ ചത്തു വീഴണം എന്നെല്ലാമുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് അഫാൻ ഇതെല്ലാം വാങ്ങിക്കൂട്ടിയത്. പോലീസിന് മൊഴി കൊടുക്കുമ്പോൾ നിർവികാരനായി മുഖത്തൊരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. പോലീസിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് പിതാവിനോട് അഫാൻ ഉണ്ടായിരുന്ന പകയുടെ വിവരങ്ങൾ കേട്ടപ്പോൾ. എനിക്ക് കിട്ടാത്ത ആ വീട് അയാൾക്കും കിട്ടണ്ട എന്നായിരുന്നു അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയത് എന്നാണ് വിവരങ്ങൾ. അയാൾ തിരികെ നാട്ടിലെത്തുമല്ലോ, നാട്ടിലെത്തുമ്പോൾ അയാൾ എവിടെ ജീവിക്കും, അതെനിക്കൊന്ന് കാണണം, ആ വീട് അയാൾക്ക് ഉപകാരപ്പെടരുത് എന്നും അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. ഒന്ന് ഓർത്തു നോക്കുക, ഒരു മനുഷ്യൻ തൻ്റെ ആയുസ്സിൻ്റെ പകുതിയിലേറെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടത് ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടും അതുപോലും തിരിച്ചറിയാൻ കഴിയാതെ ആ കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കുകയായിരുന്നു അഫാൻ. കോവിഡിന് മുന്നേ വരെ, അതായത് ചെറുപ്പം മുതൽ തന്നെ അഫാൻ വാശി പിടിക്കുമ്പോഴെല്ലാം സാധിച്ചു കൊടുക്കുമായിരുന്നു മാതാപിതാക്കൾ. കോവിഡിന് ശേഷമാണ് റഹീമിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഇതിന് ശേഷമാണ് പണം അയക്കുന്നത് കുറഞ്ഞതും അഫാന് വേണ്ടി പണം അയക്കാതിരുന്നതുമൊക്കെ. അഫാന് വേണ്ടി പ്രത്യേകം പണം അയക്കുമായിരുന്നു. ഈ തുക കിട്ടാതെ വന്നതോടുകൂടി ഭ്രാന്തനാകുകയായിരുന്നു അഫാൻ എന്ന് വേണം കരുതാൻ. അതായത് പക തൻ്റെ ഉള്ളിൽ കിടന്ന് ആളി. അതിൻ്റെ ഫലമായിരുന്നു ഇവരെ എല്ലാവരെയും കൊലപ്പെടുത്തിയത്. ഇവരെല്ലാവരും കൊല്ലപ്പെട്ടാൽ റഹീമിന് പിന്നെ പ്രതീക്ഷകളൊന്നുമില്ല ജീവിതത്തിൽ. കൊലപ്പെടുത്തുന്നതിനേക്കാൾ വലിയ മുറിവാണല്ലോ റഹീമിന് അഫാൻ സമ്മാനിച്ചിരിക്കുന്നത്. ഒന്നുകിൽ അയാൾ സ്വയം ആത്മഹത്യ ചെയ്യും എന്നാണ് ഇപ്പോൾ അഫാൻ പോലും പോലീസിനോട് വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ ഞാൻ തന്നെ തീർക്കുമെന്ന്. ഇത്രത്തോളം കൊടിയ വിഷമാണ് അഫാന്റെ ഉള്ളിലുള്ളത്. കാളകൂട വിഷത്തിന് പാലൂട്ടുകയായിരുന്നു റഹീമും ഷെമിയും ഇതുവരെ. എല്ലാം ഇല്ലാതാക്കിയതും ഈ വിഷം തന്നെയാണ്. ഇതിൻ്റെ മറ്റൊരു വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത്, അതായത് ഫർസാനയെ കൊലപ്പെടുത്തിയത്. ഫർസാനയെ കൊന്നത് എന്തിനാണ് എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അഫാൻ പറഞ്ഞിരുന്നത്, ഞാനില്ലാത്ത ലോകത്ത് അവൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നായിരുന്നു. അവൾ എൻ്റെ പ്രാണനാണ്, ജീവനാണ് എന്നുള്ള പൈങ്കിളി ഡയലോഗുകളും ഒക്കെ അഫാൻ പോലീസിന് മുന്നിൽ നിരത്തി. എന്നാൽ ഒടുവിൽ ഇപ്പോൾ അഫാൻ തന്നെ സത്യങ്ങൾ പറഞ്ഞിരുന്നു. തനിക്ക് ഫർസാനയോട് പ്രണയമല്ല, കടുത്ത പകയാണ് ഉണ്ടായിരുന്നത് എന്ന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. പണയം വയ്ക്കാൻ നൽകിയ മാല ഫർസാന തിരികെ ചോദിച്ചതാണ് ആ വൈരാഗ്യത്തിനുള്ള കാരണം. അഫാന് മാല നൽകിയ വിവരം ഫർസാനയുടെ വീട്ടിൽ അറിഞ്ഞിരുന്നു. മാല തിരികെ നൽകാൻ ഫർസാന സമ്മർദ്ദം ചെലുത്തി. ഇതാണ് കടുത്ത പക തോന്നാൻ കാരണമായത്. ആസൂത്രണം നടത്തിയതിന് ശേഷമാണ് ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അതും വിളിച്ചു വരുത്തുന്നതോ, എടി അമ്മയ്ക്ക് തീരെ സുഖമില്ല, നീ പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരാമോ എന്ന് പറഞ്ഞ്, ഉമ്മയ്ക്ക് തീരെ വയ്യാണ്ടായി കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഇതിനു മുൻപും ഷെമിക്ക് വയ്യാതെ വന്നപ്പോഴൊക്കെ ആ വീട്ടിലേക്ക് ഫർസാന പോയിട്ടുണ്ട്. ഇത്തവണയും അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അഫാൻ അത് വിളിച്ചു പറയുമ്പോൾ ഓടി അവിടെ എത്തുകയായിരുന്നു ഫർസാന. എന്നാൽ അവളോടും ചെയ്തത് കൊടും ക്രൂരതയാണ്. എല്ലായ്പ്പോഴും അഫാനെ തന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ സഹായിച്ചിട്ടുള്ള പെൺകുട്ടിയാണ് ഫർസാന. അതുമാത്രമല്ല, അഫാൻ ഇത്രത്തോളം സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെന്നറിഞ്ഞിട്ടും അഫാനെ പിരിഞ്ഞു പോകാതെ കൂടെ തന്നെ ഫർസാന ഉണ്ടായിരുന്നു. അവന് താങ്ങും തണലുമായി കൂടെ നിന്നു. കഴിയുന്ന രീതിയിലൊക്കെ സാമ്പത്തികമായി സഹായിച്ചു. പണം കൊടുത്തും അതുപോലെ തന്നെ സ്വർണം പണയം വെക്കാൻ കൊടുത്തുമൊക്കെ സഹായിച്ചത് ഫർസാനയായിരുന്നു. എന്നാൽ ആ ഒരു തവണ പണയം വയ്ക്കാൻ മാല കൊടുത്തത് വീട്ടിൽ അറിഞ്ഞതുകൊണ്ട്, വലിയ പ്രശ്നമായതുകൊണ്ട് പേടിച്ച് വിറച്ചാണ് ഫർസാന ആ മാല തിരികെ എടുത്ത് നൽകണമെന്ന് പറഞ്ഞത്. ഇതാണ് അവനിൽ പകയുണ്ടാക്കിയത്. ഒന്ന് ഓർത്തു നോക്കുക, ആ ഒരു പെൺകുട്ടിയെ പോലും ഉമ്മയുടെ പേരിൽ കള്ളം പറഞ്ഞ് വിളിപ്പിച്ചാണ് കൊന്നെറിഞ്ഞത്. പിതാവിൻ്റെ കാറ് പണയപ്പെടുത്തിയതിന് പിന്നാലെ ഫർസാനയുടെ മാല തിരികെ എടുത്ത് നൽകിയിരുന്നു എന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ റഹീം മുൻപൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അഫാന് നാട്ടിലൊരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ മാല വാങ്ങി പണയം വെച്ചിരുന്നുവെന്നും അതെടുത്തു കൊടുക്കണമെന്നും അഫാൻ പറഞ്ഞിരുന്നു. തുടർന്ന് ഗൾഫിൽ നിന്ന് ഞാൻ 60,000 രൂപ അയച്ചു കൊടുത്തിരുന്നുവെന്ന്. അപ്പോൾ ആ പണവും അഫാൻ പുട്ടടിച്ചു. പിതാവിൻ്റെ കാറും കൊണ്ടുപോയി പണയപ്പെടുത്തി തുക കൈക്കലാക്കുകയാണ് ചെയ്തത്. എല്ലാവരോടും കൊടും വഞ്ചനയാണ് അഫാൻ കാണിച്ചത്.
മന്തി വാങ്ങി തിരികെ എത്തിയ അഫ്സാനോട് കൊലപാതക വിവരങ്ങൾ ധരിപ്പിച്ച ശേഷം തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അടികൊണ്ട് തറയിൽ വീണ സഹോദരൻ അഫാനെ നോക്കി പിടഞ്ഞു മരിക്കുന്നത് കണ്ട് അഫാന്റെ നിയന്ത്രണം വിട്ടുപോയിരുന്നു എന്ന് പറയുന്നുണ്ട്. തുടർന്ന് രക്തമെല്ലാം കഴുകി ഡ്രസ്സും മാറി കയ്യിൽ കരുതിയിരുന്ന മദ്യത്തിൽ എലിവിഷം ചേർത്ത് കഴിച്ച ശേഷം വീട്ടിൽ നിന്നിറങ്ങി ഓട്ടോയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കീഴടങ്ങുകയായിരുന്നു. ആദ്യം ഷെമിയുടെ കഴുത്തിൽ ഷോള് കുരുക്കി തല ഭിത്തിയിൽ ഇടിപ്പിച്ചായിരുന്നല്ലോ ആക്രമണം നടത്തിയത്. അപ്പോൾ ഷെമി മരിച്ചു എന്നാണ് അഫാൻ കരുതിയത്. എന്നാൽ ചുറ്റിക വാങ്ങി തിരികെ വന്നപ്പോൾ ഷെമി ഞരങ്ങുന്നതും മൂളുന്നതും അഫാൻ കണ്ടിരുന്നു. ശ്വാസം അടക്കി പിടിച്ച് കിടക്കുകയായിരുന്നു ആ സമയങ്ങളിൽ ഷെമി. അമ്മയുടെ ചുറ്റും കറങ്ങി നടന്ന് ജീവനുണ്ടോ എന്ന് നോക്കാൻ പിന്നീട് അഫാൻ നീക്കം നടത്തി. മരണപ്പെട്ടില്ല എന്ന് കണ്ടതോടെയാണ് ചുറ്റികയെടുത്ത് തലയ്ക്കടിച്ചത്. ഇതിനുശേഷം അമ്മ മരിച്ചുവെന്ന് കരുതി മുറി പൂട്ടി താക്കോൽ തൊട്ടടുത്ത ടോയ്ലറ്റിലെ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്യുകയും ചെയ്തു. തെളിവെടുപ്പിനിടെ പോലീസ് താക്കോൽ കണ്ടെടുത്തിട്ടുണ്ട്. ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ ശേഷം ലത്തീഫിന്റെ മൃതദേഹത്തിന് മുന്നിലിരുന്ന് അഫാൻ 3 സിഗരറ്റ് വലിച്ച് തീർത്ത ശേഷമാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇതിന് പിന്നാലെയാണ് വെഞ്ഞാറമൂട്ടിലെ ബാറിലെത്തി 4 പെഗ് മദ്യം കഴിച്ച ശേഷം 350 ml മദ്യം കുപ്പിയിൽ വാങ്ങുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഫർസാനയെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നതുമൊക്കെ. പേരുമലയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് അഫാൻ ഇക്കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞത്. ആരോടും ഒരു സ്നേഹവും അഫാൻ ഉണ്ടായിരുന്നില്ല. അത് അഫാൻ വിവരങ്ങൾ പോലീസിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോഴും പോലീസിന് വ്യക്തമായ കാര്യമാണ്. അതായത് പക മാത്രമാണ് ഇയാൾക്ക് എല്ലാവരോടും ഉണ്ടായിരുന്നത്. സ്വന്തം പിതാവിനെ പോലും കൺമുൻപിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വെട്ടിക്കൊല്ലുമായിരുന്നു. അയാളുടെ ആയുസിന്റെ ബലം കൊണ്ട് ഗൾഫിലായത് നന്നായി. എന്നാൽ നാട്ടിലുള്ള തനിക്ക് ഇഷ്ടമല്ലാത്ത എല്ലാവരെയും അവൻ ഒന്നൊന്നായി തീർക്കുകയും ചെയ്തു. നാട്ടിലെത്തുന്ന റഹീമിന്റെ ഹൃദയം തകർന്നു പോകുമെന്ന് അഫാന് കൃത്യമായി അറിയാം. കൊലപ്പെടുത്തുന്നതിനേക്കാൾ വലിയ മുറിവാണ് വാപ്പയ്ക്ക് 23-കാരനായ മകൻ സമ്മാനിച്ചിരിക്കുന്നത്. കൊടിയ പക തനിക്ക് അയാളോടുണ്ട് എന്ന് പോലീസിന് മൊഴി കൊടുക്കുകയും ചെയ്തു. ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ആ സാധു മനുഷ്യന്റെ, റഹീം എന്ന ആ മനുഷ്യന്റെ ഉള്ളു പൊള്ളുകയാണ്. 23 വർഷം ഈ കൊടും ക്രിമിനലിനാണല്ലോ ചോറ് കൊടുത്തത് എന്നുള്ള വിങ്ങലായിരിക്കും ആ മനുഷ്യന്റെ മനസ്സിൽ. അതായത് എല്ലാം നഷ്ടപ്പെട്ടിട്ടും കടം കയറി മൂടിയിട്ടും ആ മനുഷ്യന് ഞാൻ തിരിച്ചു വരും, ആ കടങ്ങൾ വീട്ടാൻ എനിക്ക് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ചത് ആ കുടുംബം ഉള്ളതുകൊണ്ടാണ്, അവരോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. എന്നാൽ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. ആ മനുഷ്യന് എല്ലാം നഷ്ടപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.